السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد الصادق الوعد الأمين صلى الله عليه وعلى آله وأصحابه أجمعين، أما بعد. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ഏറ്റവും ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അലംഘനീയമായ വിധി നിയോഗം കൊണ്ട് അവന്റെ വിശുദ്ധമായ ഭവനത്തിൽ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇതിനേക്കാൾ സന്തോഷദായകമായ രീതിയിൽ സ്വർഗത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഒന്നിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹുവിനെ വിട്ടുപുറത്ത് മാപ്പ് തരണേ റബ്ബേ. വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും തീർത്ത് സലാമത്തിന്റെ വഴികൾ തുറക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് പള്ളിക്കുള്ളിലേക്ക് മന്ദിയുറങ്ങുന്നവർ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണമേ അല്ലാഹ്. ഫിർദൗസിന്റെ വാതിലുകൾ അവർക്ക് തുറക്കണേ റബ്ബേ. അല്ലാഹു അവരെ നമ്മയൊക്കെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒന്നിപ്പിക്കണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, ആർക്കാണ് സ്വർഗമെന്നും സ്വർഗത്തിന്റെ സ്വർഗാവകാശിയുടെ ലക്ഷണങ്ങളും ഒരു സ്വർഗാവകാശിയുടെ മാനസിക നില എന്തായിരിക്കണമെന്ന് ഖുർആനിൽ ഒരു വരി കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഞാൻ ഓതിയ ആയത്ത് സൂചിപ്പിക്കുന്നത്. സ്വർഗാവകാശിയുടെ ലക്ഷണങ്ങളാണ് ഈ ഒരു ലളിതമായ ആയത്തിലൂടെ ആശയത്തിന്റെ വിസ്തൃത പ്രപഞ്ചത്തിലേക്കാണ് ഖുർആൻ ലോകത്തെ ക്ഷണിച്ചിട്ടുള്ളത്. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا. ആരാണ് സ്വർഗാവകാശി? تلك الدار الآخرة, ആർക്കാണ് സ്വർഗീയമായ ഭവനം? للذين لا يريدون علوا في الأرض ولا فسادا, അവർ ഭൂമിയിൽ വിനയാന്യതരായി ജീവിക്കുന്നവരാണ്. ഡൈലൂഷൻ ഇല്ലാതെ പറഞ്ഞാൽ, വളച്ചുകെട്ടില്ലാതെ പറഞ്ഞാൽ, ഒരു സ്വർഗാവകാശിയുടെ മാനസിക നില ഞാൻ മോശക്കാരനാണല്ലോ എന്നൊരു ചിന്തയായി. ഞാൻ തികഞ്ഞവനാണ്, ഞാനെല്ലാം തികഞ്ഞവനല്ലേ, ഞാൻ സ്വർഗത്ത് കടന്നില്ലെങ്കിൽ പിന്നെ ആരവിടെ സ്വർഗത്ത് കടക്കാം എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊരു ഭയങ്കര ഗൗരവമായ കാര്യമാണ്. ഞാൻ തികഞ്ഞവനാണെന്ന് ചിന്തിച്ച ആളായിരുന്നു സ്വർഗത്തിൽ മുഴുവൻ സഞ്ചരിക്കാൻ ഭാഗ്യമുണ്ടായിരുന്ന ഇബ്ലീസ്. ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് പറഞ്ഞു, ഞാൻ ആദമിന് സുജൂദ് ചെയ്യാൻ പറ്റില്ല, ഞാൻ അവനേക്കാൾ വലിയ ആളാണ്. ഇതായിരുന്നു ഇബ്ലീസിന്റെ നിലപാടിന്റെ ലാഭമാണ് സ്വർഗ്ഗം. ഈ ഒരു നിലപാട് കൊണ്ട് എന്ത് സംഭവിച്ചു ചോദിച്ചാൽ, സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതനാക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ശാശ്വതമായ നരകം ഇബ്ലീസിനുള്ള വിധിക്കുകയാണ് ഉണ്ടായത്. നമ്മളൊന്ന് ഗൗരവമായി ചിന്തിക്കുക. നമ്മുടെ ഒക്കെ മനസ്സിൽ ഇങ്ങനെ തന്നെയല്ലേ, ഞാൻ ഉഷാറാണ് എന്നല്ലേ? ആ നിലപാട് കൊണ്ടാണ് നരകം പിശാചിന് വാങ്ങിയതെങ്കിൽ ഞാൻ മോശക്കാരനാണെന്ന് പറഞ്ഞ് 1000 വർഷം കരഞ്ഞ ഒരു പിതാമഹനുണ്ട് നമുക്കതാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. 300 വർഷമാണ് ആദം നബി നിർത്താതെ കരഞ്ഞത്. 1000 വർഷമാണ് ജീവിതാന്ത്യം വരെ കരഞ്ഞു. അവിടത്തെ പ്രാർത്ഥന ഇതായിരുന്നു, ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്, റബ്ബനാ ളലംനാ അൻഫുസനാ, പടച്ചോനെ ഞാൻ മോശക്കാരനാണ്.
ആ ആദം നബി സ്വർഗത്തിലേക്കാണ്. അതാണ് സ്വർഗീയ മനുഷ്യന്റെ വഴി, ഒരു സ്വർഗീയ മനുഷ്യന്റെ നിലപാടുകൾ. ഞാൻ മോശക്കാരനാണ് റബ്ബേ എന്നായിരിക്കും. അപ്പോഴേ മനസ്സന്നാവും. എന്താ തസ്കിയത്ത് എന്നൊക്കെ പറയുന്നത്? കേൾക്കാൻ ഇമ്പമുള്ള വാക്കാണത്. തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ, ആത്മസംസ്കരണം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മോശക്കാരനാണെന്ന തിരിച്ചറിവാണ് സംസ്കരണം എന്ന് പറയുന്നത്. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്റക്തു അക്സറ മിൻ 30 മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ നബിയുടെ സഹാബാക്കളിൽ 30-ലേറെ ആളുകൾ എനിക്ക് അടുത്ത് പരിചയമുണ്ട്. കുല്ലുഹും യഖാഫുൻ നിഫാഖ അലാ നഫ്സിഹി. ഈ 30 ആളുകളുടെയും പ്രത്യേകത എന്താ? മരിക്കും വരെ ഞാൻ മോശക്കാരനാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞവരായിരുന്നു എന്ന്. ഞാൻ മോശക്കാരനാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞവരായിരുന്നു. ഈ 30-ൽ ഒന്നാമനാരാണ്? മിൻഹും അബൂബക്കർ റളിയല്ലാഹു അൻഹു. മരിക്കും വരെ കരഞ്ഞ് ഞാൻ മോശക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഏത് അബൂബക്കറാണെന്നറിയോ? ഏത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഖത്തേക്ക് നോക്കി പറഞ്ഞ സഹാബിയാണ് അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, തൽഹത്തും ഫിൽ ജന്ന, ദുബൈറും ഫിൽ ജന്ന. അബൂബക്കറെ നിങ്ങൾ സ്വർഗ്ഗത്തിലാണ്, ഉമറെ നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് 63 വർഷം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും കളവ് പറയാത്ത പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് നോക്കി പറഞ്ഞ സഹാബിയാണ്. അത്രമാത്രം വലിയ സ്വഹാബിയാണ്. പുണ്യനബി പറഞ്ഞു, സ്വർഗത്തിൽ 8 മനോഹരമായ കവാടങ്ങളുണ്ട്. ആ 8 കവാടത്തിലൂടെയും കടന്നു പോകാൻ എന്റെ ഉമ്മത്തിൽ ഒരാൾക്ക് ഭാഗ്യമുണ്ടാകുമെങ്കിൽ അത് അബൂബക്കറാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിലോയും കടന്നു പോകാനുള്ള യോഗ്യതയുണ്ട് എന്ന്. ആ മനുഷ്യനാണ് മരിക്കും വരെ ഞാൻ മോശക്കാരനാണല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞത്. ഇതാണ് സ്വർഗം എന്ന് പറയുന്ന നിലപാടിന്റെ ലാഭം എന്ന് പറയാൻ കാരണം. ഈ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടോ? തീർച്ചയായിട്ടും വിജയിക്കും. അതിൽ രണ്ടാമനാരാണ്? മരിക്കും വരെ കരഞ്ഞ മോശക്കാരനാണെന്ന് പറഞ്ഞ രണ്ടാമനാരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ്. മരിക്കും വരെ കരഞ്ഞു. നോക്കൂ നിങ്ങൾ, അവർക്ക് കരയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? സ്വർഗീയ മനുഷ്യന്റെ നിലപാട് വ്യക്തമാക്കണത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? കരഞ്ഞ് അവസാനം വഫാത്തായപ്പോ മയ്യത്ത് കുളിപ്പിച്ചു. മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ അവിടുത്തെ മുതുകിലെല്ലാം വലിയ ചാട്ടവാറടിയുടെ പാടുകൾ ഉണ്ടായിരുന്നു. വലിയ വലിയ ചാട്ടവാറടിയുടെ പാടുകൾ. മദീന ഏറ്റവും ആദരിച്ച ഭരണാധികാരിയാണ്, സ്നേഹിച്ച ഭരണാധികാരിയാണ്, ലോകം കണ്ട ഇതിഹാസ ഭരണാധികാരിയാണ് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മരിച്ച സമയത്ത് മുതുകിൽ ചാട്ടവാറടിയുടെ പാടുകൾ. ഇത് പുറത്തുനിറഞ്ഞാൽ നാട്ടിൽ കലാപമുണ്ടാകും. കാരണം ഇത്രയേറെ അനുയായികൾ ആദരിക്കപ്പെട്ട നേതാവ് ലോക ചരിത്രത്തിൽ കടന്നു പോയിട്ടില്ല. അത്രയും സ്നേഹമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്. ആ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പുറത്ത് ആ ചാട്ടവാറടിയുടെ പാട് കണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ പറയും, ഉമർ ഇബ്നുൽ ഖത്താബിനെ ആക്രമിച്ചവരെ പിടികൂടിയിട്ട് മറമാടിയാൽ മതി, രാജ്യം ഒരു കലാപത്തിലേക്ക് നീങ്ങും. അത്ര ആദരണീയനായിരുന്നു, സ്നേഹസമ്പന്നനായിരുന്നു. അതുകൊണ്ട് തന്നെ ജനാസ മറമാടി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് കുളിപ്പിച്ചവർ പ്രഗത്ഭരായ സഹാബികളോട് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ഖലീഫയുടെ മയ്യത്ത് കുളിപ്പിച്ച സമയത്ത് ശരീരത്തിൽ ചാട്ടവാറടിയുടെ പാടുകൾ ഉണ്ടായിരുന്നു. ആരാണ് ഞങ്ങളെ ഖലീഫയെ ആക്രമിച്ചത് ഞങ്ങൾക്കറിയാം. മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ അർദ്ധരാത്രി വേഷപ്രച്ഛന്നനായി കടന്നുപോയ ലോകം കണ്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ അനുയായികളെ ക്ഷേമമന്വേഷിച്ച് മദീനയിലൂടെ കടന്നുപോയ മഹാനായ ഭരണാധികാരിയാണ്. ഈ ഭരണാധികാരി അർദ്ധരാത്രി നടന്നു പോയപ്പോൾ ശത്രുവിനാൽ ആക്രമിക്കപ്പെട്ടതാണെന്നാണ് അവർ കരുതിയത്. അവർ പറഞ്ഞു, നമുക്ക് ഭാര്യയോട് പോയിട്ട് ചോദിക്കാം. ഒരു ഭർത്താവിന്റെ ശരീരത്തിൽ മുറിപ്പാടുകൾ ഭാര്യക്കറിയുമല്ലോ. അവർ ഭാര്യയുടെ അടുക്കലേക്ക് പോയി ചോദിക്കുകയാണ്. വിശാലമായ ചരിത്രമാണ്, അതിന്റെ കണ്ടന്റ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.
ഭാര്യയോട് പോയി ചോദിച്ചു, ആരാണ് ഞങ്ങൾ ഖലീഫയെ ആക്രമിച്ചത്? ശരീരത്തിലെല്ലാം വലിയ ചാട്ടവാറടിയുടെ പാടുകൾ ഉണ്ടായിരുന്നല്ലോ എന്ന്. ആ സമയത്താണ് ഭാര്യ പറയുന്നത്, നിങ്ങളെ ഖലീഫയെ ആരും ആക്രമിച്ചതല്ല, നിങ്ങളെ ഖലീഫയെ ആരും വേദനിപ്പിച്ചതല്ല. മദീനയുടെ പ്രാന്തപ്രദേശത്തിലൂടെ അർദ്ധരാത്രി കടന്നുപോയപ്പോൾ ശത്രുവിനാൽ ആക്രമിക്കപ്പെട്ടതുമല്ല. എന്നാൽ നിങ്ങളെ ഖലീഫയുണ്ടല്ലോ, മക്കയുടെ മദീനയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത വിസ്തൃതമായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണാധികാരിക്ക് അർദ്ധരാത്രിയായാൽ ഉറക്കുണ്ടായിരുന്നില്ല. അവിടുന്ന് നമസ്കാരപ്പായിൽ എഴുന്നേറ്റിരിക്കും, ഒരുപാട് നിസ്കരിക്കും, ഒരുപാട് ദുആ ചെയ്യും, അവസാനം സ്വന്തം ചാട്ടവാർ കയ്യിലെടുക്കും. എന്നിട്ട് മുതുകുഭാഗത്ത് ആഞ്ഞടിച്ചുകൊണ്ട് പറയും, അത്രേ അന്ത തുസ്ലിഹുൽ നാസ ഇബ്നുൽ ഖത്താബ്, അന്ത തുസ്ലിഹുൻ നാസ ഇബ്നുൽ ഖത്താബ്. നാടിനെ നന്നാക്കാൻ നടക്കുന്ന ഖത്താബിന്റെ മോനെ ഉമറേ, അന്തലാ തുസ്ലിഹു, നീ ഇതുവരെ നന്നായില്ലല്ലടാ, നീ ഇതുവരെ നന്നായില്ലല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഖലീഫ സ്വമേധയെ അടിച്ച അടിയുടെ പാടുകളാണ് എന്ന് ഭാര്യയായ ആച്ചിക ബീവി റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്. ഈ ചരിത്രം ആലോചിച്ച് നോക്കി, ആരാണ് ഇവർ? നാടിനെ നന്നാക്കാൻ നടക്കണം ഉമറേ, നീ ഇപ്പോഴും നന്നായില്ലടാ എന്ന് പറഞ്ഞ് സ്വമേധയാ ചാട്ടവാറെടുത്തടിച്ചു. അവരുടെ ഒരു മാനസിക നില എന്താണ്? ഞാനിപ്പോഴും നന്നായിട്ടില്ല. ഏത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണത്? ഒരു ദിവസം വലതു ഭാഗത്ത് സിദ്ദീഖിന്റെയും ഇടതു ഭാഗത്ത് ഫാറൂഖിന്റെയും തോളത്ത് കൈവച്ചുകൊണ്ട് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിലേക്ക് ഇങ്ങനെ വരികയാണ്. എന്ത് മനോഹരമായ വരവായിരിക്കുന്നത്! അത്ഭുതപരതന്ത്രരായ സഹാബത്തിനോട് ലോകനായകൻ അവിടുത്തെ അതരങ്ങളിൽ മന്ദസ്മിതം തൂകി അവിടുന്ന് ഒഴിഞ്ഞു, ഞങ്ങൾ സ്വർഗത്തിൽ കടക്കുമ്പോഴും ഇപ്രകാരമായിരിക്കും. എന്റെ വലഭാഗത്ത് സിദ്ദീഖുണ്ടാകും, ഇടഭാഗത്ത് ഫാറൂഖും ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹ്. ഈ റസൂലുള്ളാഹ് പറഞ്ഞ സഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കരയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ ഒരു സ്വർഗാവകാശിയുടെ മാനസിക നില എന്താണെന്ന് ബോധ്യമായല്ലോ. ഇവിടെ നമുക്ക് എത്താൻ പറ്റണം. സഹാബത്ത് മുഴുവൻ അങ്ങനെയായിരുന്നു. സഹാബത്തിന്റെ ചരിത്രം മുഴുവൻ അങ്ങനെയായിരുന്നു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാണ്? ഈ കരഞ്ഞവരിൽ മൂന്നാമൻ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാണ്? പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫിൽ ജന്നത്തി ഇന്ന ഫിൽ നബി, എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടാകും റഫീഖും ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടാകും, ഇന്റിമേറ്റ് ഫ്രണ്ട് ഉണ്ടാകും. ഇന്ന ലികുല്ലി നബിയിൻ, എല്ലാ പ്രവാചകന്മാർക്കും റഫീഖും ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നേരായിട്ട് കൂട്ടുകാരുണ്ടാകും. വൈന്ന റഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ, എന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാനാണെന്ന് ഹബീബായ റസൂലുള്ളാഹ്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരിക്കും വരെ ഞാൻ മോശക്കാരനാണല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞുവെങ്കിൽ അതാണ് തസ്കിയത്തുൽ ഖുലൂബ്, അതാണ് ഹൃദയം ശുദ്ധിയായിട്ട് നിലപാടുമായിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് മുഅ്മിനേ, നമ്മളെപ്പോഴും ചിന്തിക്കുക, ഈ ഒരു നിലപാടിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അതാണ് ജനിക്കുന്ന സമയത്ത് നമ്മൾ മോശക്കാരനാണ്, അല്ലാഹു ആണ് വലിയവനെന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഹൃദയം സന്തോഷമാകുന്ന, ആത്മാവ് അപ്പോഴാണ് സംതൃപ്തി അടയുന്ന ആത്മാവ് എന്ന് പറയുന്നത്. അതാണ് പ്രസവിച്ച് വീണ സമയത്ത് 4 തവണയാണ് ഒഴിഞ്ഞത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് വലിയ സന്ദേശം. അല്ലാഹു വലിയവനാണ് കേട്ടോ, നീ ചെറിയവനാണെന്ന സന്ദേശം. ആ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് അവസാനം കേൾക്കുന്ന ആ ശാന്തമായ ഹൃദയമുണ്ട്, ആത്മാവുണ്ട്. അത് അനുഭവിച്ചവർക്ക്, ആ രീതി ഉൾക്കൊണ്ടവർക്ക് ആത്മാവിന് ശാന്തി ഉണ്ടാവുള്ളൂ. നോക്കൂ, മരണസമയത്ത് വിളിച്ചു പറയുന്ന വചനം എന്താണ്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ജന്നതി ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ജന്നതി.
എന്ത് മനോഹരമായ വചനമാണത്. ശാന്തമായ ആത്മാവേ, ഏതാ ശാന്തമായ ആത്മാവ്? ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഞാൻ പാപിയാണ്, ഞാൻ മോശക്കാരനാണ് എന്ന് പറയുന്ന ആത്മാവ്. അത് ഉൾക്കൊണ്ട് ജീവിച്ച മനുഷ്യന് അവസാനമായി ആയിരക്കണക്കിന് മാലാഖമാര് വന്നുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ ആത്മാവേ സ്വർഗത്തിലേക്ക് വന്നോളൂ, സ്വർഗത്തിലേക്ക് വന്നോളൂ. അല്ലാഹു അത് കേട്ട് മരിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. മുഅ്മിനേ, അത് കേട്ട് മരിക്കാൻ നമുക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാക്കണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഉച്ചരിച്ച് നെറ്റിത്തടം ഉയർത്തി ആനന്ദത്തോടെ നിന്നിലേക്ക് തിരിച്ചു വരുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കണമേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.